കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 5.0യുടെ ഭാഗമായി നമ്മുടെ BCOC 134, അതായത് BCom-G ഫസ്റ്റ് ഇയേഴ്സിനും BCom-F സെക്കൻഡ് ഇയേഴ്സിനും ഉള്ള ഒരു കോമൺ പേപ്പർ ആണ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഗ്നോ ഫോക്കസ് 5.0 കണ്ടവർക്ക് അല്ലെങ്കിൽ പഴയ PYQs ഒക്കെ കണ്ട് പഠിച്ചവർക്ക് അറിയാം, നമ്മളുടെ ഒരു ഇത്രയും നാളും അവൈലബിൾ ആണ്, അതായത് ജൂൺ 2025 വരെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ ഉള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കവർ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് BCom-Gയുടെ ഫസ്റ്റ് ഇയേഴ്സിനും BCom-F വന്നിരിക്കുന്നത്, അതായത് നമ്മുടെ Jan 24 തൊട്ട് വരുന്ന കോമേഴ്സിന്റെ ഇതെന്ന് പറയുന്നത് BCom-F എന്നാണ്. അപ്പൊ BCom-Fന്റെ സെക്കൻഡ് ഇയേഴ്സിനുമാണ് ഈ ഒരു പേപ്പർ കവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഡിസംബർ 2025 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. അപ്പൊ അതിൽ എന്തൊക്കെ ടോപ്പിക്സ് അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ്, ഏതൊക്കെ ബ്ലോക്ക്, ഏതൊക്കെ യൂണിറ്റ് ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ല റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, ആ ഒരു പാറ്റേൺസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സാം ഫോർമാറ്റ്സ്, ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ജനറൽ ഐഡിയ ആയിരിക്കും ഈ ഒരു സെഷനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇതിന്റെ ഒരു പ്രൊഡക്റ്റീവ് ഗൈഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സെഷൻ കവർ ചെയ്യാൻ പോകുന്നത്. സിലബസ് മാപ്പിംഗ്, ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട്. റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നുണ്ട്. പിന്നെ അതനുസരിച്ച് എത്രത്തോളം ഇനി അപ്കമിങ് എക്സാമിനുള്ള വരാനുള്ള ചാൻസ്, പ്രോബബിലിറ്റി ഉണ്ട് എന്ന് നോക്കി ആ ടോപ്പിക്സ് ഏതൊക്കെയാണോ, പിന്നെ അതേപോലെ ഏറ്റവും ലാസ്റ്റിൽ എല്ലാ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലും നിങ്ങൾക്ക് എന്ത് തരാറുണ്ട്, പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരാറുണ്ട് അല്ലെ. അതുപോലെ ഈ ഒരു സെഷന്റെ അവസാനവും നിങ്ങൾക്കൊരു മോക്ക് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും, ലേൺവൈസിന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ അതിന്റെ ആൻസർ കീസും അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ നല്ല എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു അപ്കമിങ് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിൽ തന്നെ സിലബസ് മാപ്പിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഒക്കെ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലോക്ക്, അതായത് ബ്ലോക്ക് 1 മെട്രിക്സ് ആൻഡ് ലീനിയർ ആൽജിബ്ര നോക്കുന്ന സമയത്ത് അതിലെ ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു മെട്രിക്സിലെ മെട്രിക്സ് ബേസിക്സ് ആൻഡ് ടൈപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 8 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നത്. അതൊരു മീഡിയം റിലവന്റ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ടോപ്പിക് ആയിട്ട് പറയാൻ പറ്റും. നമ്മളൊരു 10 പ്രാവശ്യം അതിലേക്ക് കൂടുതൽ പ്രാവശ്യം അപ്പിയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ഹൈ റെലവന്റ് അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻറ്റ് ഉള്ള പോർഷൻസ് ആയിട്ടും, ദെൻ നമ്മുടെ ഒരു 5 to 9 രീതിയിലാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിരിക്കുന്നെങ്കിൽ, അതായത് ജൂൺ 2025 വരെ അപ്പിയർ ചെയ്തിരിക്കുന്നെങ്കിൽ അതിനൊരു മീഡിയമും, അതിൽ താഴെയുള്ളതിനെ ലോ റെലവന്റ് എന്ന രീതിയിലാണ് ടോപ്പിക്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ആ ഒരു പോർഷൻസിൽ ഫോക്കസ് ചെയ്യണം കേട്ടോ. ഫസ്റ്റിലത്തെ പോർഷൻ അപ്പൊ നമുക്ക് മീഡിയം റിലവന്റ് ഉള്ളതാണ്. സെക്കൻഡ് പോർഷൻ, അതായത് യൂണിറ്റ് 2 ഡിറ്റർമിനൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡിറ്റർമിനൻസ് ആൻഡ് ക്ലാമേഴ്സ് റൂൾ അത് 3 പ്രാവശ്യമേ അപ്പിയർ ചെയ്ത് കാണുന്നുള്ളൂ. ലോ റിലവന്റ് ടോപ്പിക് ആണ്. യൂണിറ്റ് 3 ഇൻവേഴ്സ് ഓഫ് മെട്രിക്സിലെ മെട്രിക്സ് ഇൻവേഴ്സ് ആൻഡ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത് 9 പ്രാവശ്യം അപ്പിയർ ചെയ്ത് കാണുന്നു. മീഡിയം റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 ആപ്ലിക്കേഷൻസ് ഓഫ് മെട്രിക്സിൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആൻഡ് ബിസിനസ് മോഡൽസ്, അത് നമുക്ക് എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബിസിനസ് ഔട്ട്പുട്ട് മോഡൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറച്ച് പോർഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ബിസിനസ് മോഡൽസ് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ദെൻ ബ്ലോക്ക് 2 നോക്കിയാൽ ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ പോർഷൻ വരുമ്പോൾ യൂണിറ്റ് 5 മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിന്റെ യൂണിറ്റിൽ നിന്നും ഫംഗ്ഷൻസ് ആൻഡ് ബിസിനസ് ഫംഗ്ഷൻസ് ടൈപ്സ് 12 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. ഹൈ റിലവന്റ് ടോപ്പിക് ആണ്.
ദെൻ യൂണിറ്റ് 6 ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റിയുടെ പോർഷനിൽ നിന്നും യൂണിറ്റിൽ നിന്നും ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ലോ റെലവന്റ്. യൂണിറ്റ് 7 കൺസെപ്റ്റ് ഓഫ് ഡിഫറൻസിയേഷന്റെ പോർഷനിൽ നിന്നും യൂണിറ്റിൽ നിന്നും ബേസിക് ഡിഫറൻസിയേഷൻ ടെക്നിക്സ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ലോ റെലവന്റ് ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 8 മാക്സിമം ആൻഡ് മിനിമയുടെ പോർഷനിൽ നിന്നും മാക്സിമം ആൻഡ് മിനിമ അല്ലെങ്കിൽ മോണോടോണിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്സ് 8 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്, മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 9 ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ നിന്ന് എലാസ്റ്റിസിറ്റി, കോസ്റ്റ് ആൻഡ് റവന്യൂ ആപ്ലിക്കേഷൻസ് ഈ ഒരു ടോപ്പിക്ക് 11 പ്രാവശ്യം ചോദിച്ച് കാണുന്നു, ഹൈ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 3 മാത്തമാറ്റിക്സ് ആൻഡ് ഫിനാൻസിന്റെ കേസ് നോക്കിയാൽ യൂണിറ്റ് 10 ഇൻട്രസ്റ്റ് റേറ്റ്സിൽ നിന്ന് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 20 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ഹൈ റിലവന്റ് ടോപ്പിക് ആയിട്ട് പറയും. അതായത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്സിന്റെ പോർഷൻ. അത് മസ്റ്റ് കവർ ചെയ്യേണ്ട ഒരു പോർഷൻ ആണ്. അത്രത്തോളം ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്, അത്രത്തോളം നിങ്ങൾ ഹൈലി എന്താണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക, മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക കേട്ടോ. അപ്പൊ ഓർത്തിരിക്കുക, യൂണിറ്റ് 10 ഇൻട്രസ്റ്റ് റേറ്റ്സിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും രണ്ടും നോക്കി വെക്കുക. ദെൻ യൂണിറ്റ് 11 കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ്ങിന്റെ പോർഷൻ, അതായത് പ്രസന്റ് വാല്യൂ ആൻഡ് ഡിസ്കൗണ്ടിങ്ങിന്റെ ടോപ്പിക്ക് 4 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ, ലോ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 4 അതായത് യൂണിവേരിയന്റ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 12 ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡെഫിനിഷൻ, സ്കോപ്പ്, ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് 6 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്, മീഡിയം റിലവന്റ് ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 13 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ അല്ലെങ്കിൽ മോഡ്, അതർ ആവറേജസ് അങ്ങനെ പറയുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് 13 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഹൈ റിലവന്റ് ടോപ്പിക് ആണ്. ശ്രദ്ധിച്ചോണം, മീൻ, മീഡിയൻ, മോഡ് അല്ലെങ്കിൽ ബാക്കി ആവറേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോർഷൻസ് 13 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. Then Unit 4 മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ നിന്ന് ഡിസ്പെർഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ 6 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്, മീഡിയം റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. Then Unit 15 സിമ്പിൾ ലീനിയർ കോറിലേഷൻ ബ്ലോക്ക് 5 ബൈവേരിയൻ അനാലിസിസിനകത്തുനിന്നാണ്. അതിനകത്ത് കോറിലേഷൻ ആൻഡ് ഇറ്റ്സ് മെഷേഴ്സ് 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഹൈ റിലവന്റ് ടോപ്പിക് ആണ്. Then Unit 16 സിമ്പിൾ ലീനിയർ റിഗ്രഷന്റെ കേസിൽ റിഗ്രഷൻ ഇക്വേഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് 8 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്, മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 6 ടൈം ബേസ്ഡ് ഡാറ്റ അനാലിസിസിൽ യൂണിറ്റ് 17 ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് പ്രൈസ് ഐഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് 15 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്, ഹൈ റിലവന്റ് ടോപ്പിക് ആണ്, മസ്റ്റ് ആയിട്ട് കവർ ചെയ്യണം. ദെൻ വരുന്നത് യൂണിറ്റ് 18 ടൈം സീരീസ് അനാലിസിസ് നോക്കിയാലും എന്താണ് ടൈം സീരീസ് കമ്പോണൻസും ട്രെൻഡും എല്ലാം 14 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഹൈ റിലവന്റ് ടോപ്പിക് ആണ്. അപ്പൊ യൂണിറ്റ് 6 ബ്ലോക്ക് 6 യൂണിറ്റ് 17 യൂണിറ്റ് 18 വരുന്ന പോർഷൻസും ഹൈ റിലവന്റ് ടോപ്പിക്സ് ആണ്, മസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട പോർഷൻ ആണ്. അതിന്റെ ഒരു ബാർ ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ പ്രത്യേകിച്ച് കൂടുതലും പോർഷൻസ് വന്നിരിക്കുന്നത് ഏത് ബ്ലോക്കിൽ നിന്നാണ് എന്നതാണ് ഈ ഒരു ഡയഗ്രത്തിൽ പറയുന്നത്. ദെൻ നമ്മളുടെ ഈ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നമുക്കൊരു ടോപ്പ് 3 ടോപ്പിക്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ടോപ്പ് 3 ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണ് നമ്മൾ മസ്റ്റ് കവർ എന്ന് പറയേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് മെയിൻ ആയിട്ട് വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ മസ്റ്റ് കവർ എന്ന് പറഞ്ഞുകൊണ്ട് യൂണിറ്റ് 10 ഇൻട്രസ്റ്റ് റേറ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 20 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. യൂണിറ്റ് 5 മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിനകത്ത് ബിസിനസ് ഫംഗ്ഷൻസിന്റെ ഒക്കെ പോർഷൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് 12 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് യൂണിറ്റ് 9 പോർഷൻസും നമുക്ക് എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്നുണ്ട്, ഇതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. ബിസിനസ് മാത്തമാറ്റിക്സിലെ പോർഷൻ ആണ് ഇത് പറഞ്ഞത്. ഇനി ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ബിസിനസ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ 2 പോർഷൻ ആയിട്ടല്ലേ നിങ്ങളുടെ ടോപ്പിക്സ് കവർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് മാത്തമാറ്റിക്സിന്റെ പോർഷനിലാകും സ്റ്റാറ്റിന്റെ പോർഷൻ വരുമ്പോൾ യൂണിറ്റ് 17 ഇൻഡെക്സ് നമ്പേഴ്സ്, അതായത് ബ്ലോക്ക് 6 നമ്മൾ നോക്കിയില്ലേ, അതിനകത്ത് ഇൻഡെക്സ് നമ്പേഴ്സ് 15 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 18 ടൈം സീരീസ് അനാലിസിസും 14 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. യൂണിറ്റ് 13 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി 13 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ സ്റ്റാറ്റിന്റെ ഏറ്റവും ടോപ്പ് 3 ടോപ്പിക്സ് അല്ലെങ്കിൽ ടോപ്പ് 3 മസ്റ്റ് കവർ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ്, ടൈം സീരീസ് അനാലിസിസ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മാത്തമാറ്റിക്സിന്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് ഇൻട്രസ്റ്റ് റേറ്റ്സ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്,
ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഇത് 6 പോയിന്റും അല്ലെങ്കിൽ 6 ടോപ്പിക്സും നിങ്ങൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്യണം. ആ രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കേട്ടോ. ദെൻ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ പാറ്റേൺസ്, അതിനെ എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന നമ്മുടെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് എന്ന് പറയുന്നത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ, ഡിസ്കസ്, ഡിസ്റ്റിങ്ക്യൂഷ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഷോർട്ട് നോട്ട്സ് എഴുതുക എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെ. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ പലത് വരുന്ന രീതിയിൽ, ഒറ്റ ഷോർട്ട് നോട്ട്സ് അല്ല, അല്ലാതെ വരുന്ന രീതിയിലൊക്കെയാണ് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. യൂഷ്വലി അതിന് 10 to 20 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. നമ്മളൊരു 1.5 തൊട്ട് 3 പേജ് വരെയൊക്കെ ആൻസേഴ്സ് നമ്മൾ എഴുതേണ്ട കേസസ് ആണ് വരുന്നത്. 250 to 400 വേർഡ്സിനുള്ളിൽ നമ്മൾ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം. അത് 10 to 20 മാർക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 10 മാർക്സ് ആണെങ്കിൽ 1.5 പേജ് മതി. പക്ഷെ 20 മാർക്സ് ആണെങ്കിൽ 3.5 എന്ന രീതിയിലൊക്കെ നിങ്ങൾ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതായത് കാൽക്കുലേഷൻസ് വരുന്ന പ്രോബ്ലംസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെ കാൽക്കുലേറ്റ് ചെയ്യണം, കമ്പ്യൂട്ട് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം, സോൾവ് അല്ലെങ്കിൽ ഫിറ്റ് എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസിൽ മെൻഷൻ ചെയ്യാറുള്ളത്. അത് 10 to 20 മാർക്സിനാണ് വരുന്നത്. 1 to 2 പേജസിന് നമ്മൾ ആൻസേഴ്സ് എഴുതണം. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഫോർമുലാസും സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കുക, വർക്കിംഗ് നോട്ട്സും എല്ലാം അവിടെ കാണിച്ച് വേണം നമ്മൾ അങ്ങനത്തെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ. കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്യൂഷ് ക്വസ്റ്റ്യൻസ്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൺസെപ്റ്റ് ഒക്കെ തരികയാണെങ്കിൽ അത് നമുക്ക് 5 to 10 മാർക്സിനാണ് സാധാരണ ചോദിക്കാറുള്ളത്. അതായത് 2നും 5 മാർക്ക് വെച്ച് എന്ന രീതിയിലാണ് സാധാരണ ചോദിച്ചു വരുന്നത്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താ ടേബിൾ ഒക്കെ വരച്ച് അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ടൊക്കെ ഓരോന്നിന്റെ ബേസ് അനുസരിച്ച് അക്കോർഡിംഗ് ടു നേച്ചർ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഇന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോന്നിന്റെ ബേസിൽ നമുക്കത് കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ടേബിൾ തിരിച്ച് കമ്പയർ ചെയ്യാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമുക്ക് നോക്കുന്നവരൊക്കെ വാല്യുവേഷന് ഇരിക്കുന്ന ഇൻവിജിലേറ്ററിന് പെട്ടെന്ന് അത് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന പോയിന്റുകൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ പ്രസന്റ് ചെയ്യുക. പിന്നെന്താണ് 6 to 8 വെൽ ഫ്രേസ്ഡ് ഡിഫറൻസ്, അതായത് ഒരു മിനിമം ഒരു 6 തൊട്ട് അല്ലെങ്കിൽ 8 വരെ എന്ത് ചെയ്യുക, ഒരു ഡിഫറൻസ് ഒക്കെ കൊടുക്കാൻ നോക്കുക. ചുമ്മാ 1-2 ഡിഫറൻസ് മാത്രം കൊടുത്താൽ അതിന് ഫുൾ മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഡിസ്റ്റിങ്ക്യൂഷൻ ചോദിക്കുന്ന സമയത്ത് അതിന് തക്ക രീതിയിലുള്ള ഡിഫറൻസും കാര്യങ്ങളും നമ്മൾ കൊടുത്ത് ടേബിളിൽ പ്രസന്റ് ചെയ്യാൻ നോക്കുക. ദെൻ വരുന്നത് ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് സാധാരണ എന്താണ് ക്ലസ്റ്റേർഡ് സബ് പാർട്സ് ഒക്കെ ആയിട്ടാണ് ചോദിക്കുന്നത്. ആൻസർ എനി 4 ഫ്രം ദ ബിലോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചോദിക്കും. അപ്പം സാധാരണ 2.5 തൊട്ട് 5 മാർക്ക് വരെയാണ് ഒരു ക്വസ്റ്റ്യന് ചോദിക്കുക, ഒരു ഷോർട്ട് നോട്ട്സിനൊക്കെ ചോദിക്കുന്നത്. ആ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളുടെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുന്നത്. അതായത് 2.5 മാർക്കിനൊക്കെയാണ് ഒരു 80 വേർഡ്സിന് നമ്മൾ പ്രസന്റ് ചെയ്താൽ മതി. 80 to 120 വേർഡ്സ് വരെ നമ്മൾ എന്ത് ചെയ്യുക, ആ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ആ ഷോർട്ട് നോട്ട്സ് പ്രസന്റ്. അത് പ്രത്യേകിച്ച് അത് എന്താണ് സംഗതി എന്നൊന്ന് ഡിഫൈൻ ചെയ്ത് അതിന്റെ കീ ഫീച്ചേഴ്സ് ഒക്കെ മാത്രം അതിനകത്ത് കൊടുത്താൽ മതി. ഈ ഷോർട്ട് നോട്ട്സ് ചോദിക്കുവാണെങ്കിൽ ഒത്തിരി വാരി വലിച്ചെഴുതേണ്ടി വരുന്നില്ല. ഇനി ഇതിനകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും ചോദിക്കുന്ന 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ എസ്എ ടൈപ്പ് ആണ്, 10 to 20 മാർക്സ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ്, കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഷോർട്ട് നോട്ട്സ്. ഇത് ഇത്രയുമാണ് നോർമലി നമ്മളുടെ ബിസിനസ് മാത്തമാറ്റിക്സിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ടൈപ്സ്. അപ്പം ആ ഒരു ടൈപ്സിൽ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. ദെൻ നമ്മുടെ ബ്ലോക്ക് വൈസ് വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും എത്രത്തോളം മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നേ വരെ, അതായത് ഡിസംബർ 2022 തൊട്ട് ജൂൺ 2025 വരെ ചോദിച്ചേക്കുന്നത് നോക്കാം. ബ്ലോക്ക് 1 മെട്രിക്സ് ആൻഡ് ലീനിയർ ആൽജിബ്രയുടെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 21% നമ്മുടെ മാർക്കിന്റെ ഒരു ലെവല് വരുന്നത് ബ്ലോക്ക് 1-ൽ നിന്നും. ബ്ലോക്ക് 2 ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ പോർഷനിൽ നിന്നും 70% മാർക്കിനും. ബ്ലോക്ക് 3 മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിന്റെ പോർഷനിൽ നിന്ന് 13% ഓഫ് മാർക്സ്. ദെൻ ബ്ലോക്ക് 4 യൂണിവേരിയന്റ് അനാലിസിസിന്റെ കേസിൽ 23% ഓഫ് മാർക്സും. ബ്ലോക്ക് 5 ബൈവേരിയന്റ് അനാലിസിസിന്റെ പോർഷനിൽ നമുക്ക് 11% മാർക്കും. ദെൻ അതേപോലെ ഏറ്റവും ലാസ്റ്റ് ബ്ലോക്ക് 6 ടൈം ബേസ്ഡ് ഡേറ്റ അനാലിസിസിന്റെ പോർഷനിൽ നിന്ന് 14% മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിലവിൽ നമുക്ക് മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണാൻ പറ്റുന്നത്.
നമുക്ക് പാറ്റേണും കൂടെ നോക്കാം. നമ്മളിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ടൈപ്പ് പറഞ്ഞില്ലേ, അപ്പൊ അതിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നിലവിൽ ഇപ്പം വന്ന് കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഏതൊക്കെയാന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമ്മളുടെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 2022 സാധാരണ 65% ക്വസ്റ്റ്യൻസ് എസ് എ ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ ഇപ്പൊ നിലവിൽ 80% എന്ന രീതിയിൽ അതിന് നമുക്ക് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതായത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർട്ടീസ്, യൂസസ്, ലിമിറ്റേഷൻസ് ഒക്കെ ചോദിച്ച് നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് സെക്കൻഡറി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരുന്നതിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതായത് 15% ഉണ്ടായിരുന്നത് 30%-ലോട്ട് അത് ഇൻക്രീസ് ആയിട്ടുണ്ട്. നിക്കി ഫോർമാറ്റ്, അതായത് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ എന്താണ് ഒരു 5%, അതായത് ഒരു ക്വസ്റ്റ്യൻ, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇല്ല, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഒരു ഡിസ്റ്റിങ്ക്വിഷ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് സാധാരണ നമുക്കൊരു ക്വസ്റ്റ്യൻ പാറ്റേൺസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് കണ്ടുവരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ്, അതായത് നിലവിലുള്ള ഈ ജൂൺ 2025 വരെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതായത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ ടോപ്പ് 10 വരുന്ന റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് ഓർ സോൾവ് സിസ്റ്റംസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മെട്രിക്സ് വെച്ചിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ മെട്രിക്സ് മെത്തേഡ്സിനെ സോൾവ് ചെയ്യുന്ന സിസ്റ്റംസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യും. അത് 11 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ദം ആൻഡ് റിലേറ്റ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യൻസ്. ഇത് 10 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് കമ്പ്യൂട്ടർ എക്സ്പ്ലെയിൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതിനകത്ത് മീൻ, മീഡിയൻ, മോഡ് മൂന്നും വരുന്നുണ്ട് വിത്ത് മെറിറ്റ്സ് ആൻഡ് യൂസസ്. നമ്മൾ ഈ കാര്യങ്ങൾ എന്തൊക്കെയാ സെൻട്രൽ ടെൻഡൻസിയിൽ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത മെറിറ്റ്സും യൂസസും കൊടുക്കാൻ. അത് 9 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് കമ്പയർ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് കമ്പ്യൂട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് പ്രസന്റ് വാല്യൂ. ഇത് ഇത്രയും നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുകയും വേണം, സിമ്പിളും കോമ്പൗണ്ട് കമ്പയർ ചെയ്യുകയും വേണം. എന്നിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ബേസിസിൽ ഇത് എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് 9 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, സ്കോപ്പ്, യൂസസ് ഓർ മിസ്യൂസസ് 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്കസ് ഇൻഡെക്സ് നമ്പേഴ്സ്, അതിന്റെ ടൈപ്സ് ഉണ്ട്, ഫിഷറീസ്, ഫിഷേഴ്സ്, ഐഡിയൽ ഇൻഡെക്സ് ഉണ്ട്, ടെസ്റ്റ് ഓർ ഇഷ്യൂസ് ഇൻ കൺസ്ട്രക്ഷൻ. 5 പ്രാവശ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ടൈം സീരീസ്, യൂട്ടിലിറ്റി കമ്പോണൻസ് ഓർ അഡിറ്റീവ് ഓർ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽസ്. അത് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ ഓർ കമ്പ്യൂട്ട് ഡിസ്പേർഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്, വേരിയൻസ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഇതും നമുക്ക് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. വരുന്നത് ഫൈൻഡ് ലോക്കൽ മാക്സിമ ഓർ മിനിമ ഓഫ് എ ഫംഗ്ഷൻ ആൻഡ് ഓർ ഡിസ്കസ് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് 4 പ്രാവശ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് ടോപ്പ് 10 വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ഡിമാൻഡ്, കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഫങ്ഷൻസ് ആൻഡ് ഇന്റർപ്രറ്റ് റവന്യൂ ഓർ ബ്രേക്ക് ഇവൻ. അത് നമുക്ക് 2 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കോസ്റ്റും പ്രോഫിറ്റും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് റവന്യൂ ഉണ്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ആണോ എന്നത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യുക. ഇങ്ങനെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നിലവില് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. ഇനി ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്ക് ആണ് അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ആണെന്നും കൂടി പറഞ്ഞു തരാം. കാരണം നമ്മൾ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് 10 ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് തപ്പി കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും അത് ഏത് ബ്ലോക്കില് അല്ലെങ്കിൽ ഏത് യൂണിറ്റിൽ വരുന്ന പോർഷൻ ആണെന്നും കൂടെ പറയാം. അതനുസരിച്ച് നിങ്ങൾക്ക് ആ പോർഷൻ കവർ ചെയ്യുക കേട്ടോ. ആവറേജ് മാർക്കും അവിടെ കൊടുത്തിട്ടുണ്ട്, ഏകദേശം എത്ര വന്നതെന്ന്. മാട്രിക്സ് ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ ടൈപ്സ്, ഇൻവേഴ്സ്, സിസ്റ്റം ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലോക്ക് 1-ലാണ്, യൂണിറ്റ് 1 to യൂണിറ്റ് 3-ലാണ് ആ ഒരു പോർഷൻസ് കവർ ചെയ്യുന്നത്. 11 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആവറേജ് ഒരു 14 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയ കോറിലേഷൻ ആൻഡ് റിഗ്രഷന്റെ പോർഷൻ, അതായത് ഡെഫിനേഷന്റെ ഡിഫറൻസും കോഎഫിഷ്യന്റും ഒക്കെ ചോദിച്ചിരിക്കുന്നത് ബ്ലോക്ക് 5-ലെ യൂണിറ്റ് 15 to യൂണിറ്റ് 16-ലാണ് വരുന്നത്. 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 12 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. തേർഡ് പോർഷൻ, അതായത് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ് അല്ലെങ്കിൽ തിയറി അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 13-ലാണ്.
9 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്, 14 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രസന്റ് വാല്യൂ ഒക്കെ വന്നിരിക്കുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 10 to 11 9 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 13 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് മീനിങ്, ഇമ്പോർട്ടൻസ്, സ്കോപ്പ്, യൂസസ്, മിസ്യൂസസ്, ഇതെല്ലാം ബ്ലോക്ക് 4 യൂണിറ്റ് 12 വരുന്നത്. 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 10 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ ഇൻഡെക്സ് നമ്പേഴ്സ്, അതായത് ടൈപ്സ്, ടെസ്റ്റ്, ഫിഷർ, കൺസ്ട്രക്ഷൻ, ഇഷ്യൂസ്, ഇത് ബ്ലോക്ക് 6 യൂണിറ്റ് 17 5 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്, 14 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ ടൈം സീരീസ്, അതായത് ഡെഫിനേഷന്, കമ്പോണൻസ്, മോഡൽ, സ്ട്രെങ്ത്, ഇതെല്ലാം ബ്ലോക്ക് 6 യൂണിറ്റ് 18 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 14 മാർക്കാണ് ആവറേജ് വരുന്നത്. ദെൻ ഡിസ്പേർഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, അബ്സല്യൂട്ട്, സീരീസ്, അബ്സല്യൂട്ട് വേഴ്സസ് റിലേറ്റീവ്, അതെല്ലാം എന്താണ് ബ്ലോക്ക് 4 യൂണിറ്റ് 14 വരുന്നത്. 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 13 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. മാക്സിമ ഓർ മിനിമ ആൻഡ് എലാസ്റ്റിസിറ്റി ആപ്ലിക്കേഷൻ, ഇത് നമുക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 8 to 9 ആണ് വരുന്നത്. 4 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്, 12 മാർക്സ് ആണ് ആവറേജ് വന്നിട്ടുള്ളത്. നെക്സ്റ്റും 12 മാർക്സ് ആവറേജ് വന്നൊരു പോർഷൻ ആണ് കോസ്റ്റ്, റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഫങ്ഷൻസ്, ബ്രേക്ക് ഇവൻ. അത് ബ്ലോക്ക് 2, 3, അതായത് ബ്ലോക്ക് 2 3 വരുന്ന യൂണിറ്റ് 5, 9, 10 ഈ 3 പോർഷൻസിൽ നിന്നാണ് വരുന്നത്. 2 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്. ഇത് ഇത്രയുമാണ് ടോപ്പ് 10 പോർഷൻസിന്റെ ഏതൊക്കെ ബ്ലോക്ക് ആണ്, ഏതൊക്കെ യൂണിറ്റ്സ് ആണെന്നുള്ള ഒരു ഡീറ്റെയിൽസ്. നിങ്ങൾ ആ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പറഞ്ഞ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടോപ്പ് 10 റിക്കറിംഗ് ടോപ്പിക്സും ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റിലാണെന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ ബേസിസിലുള്ള ഒരു ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ പി ജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. നിങ്ങൾ അപ്പം ഇനി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്കാണ് ഉണ്ടാവുക, ഇപ്പൊ എക്സാമിന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇതിന്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടി. ഇതിന്റെ ബേസിസിൽ ഏതൊക്കെയാണ് ടോപ്പ് 10 ടോപ്പിക് എന്നും അല്ലെങ്കിൽ ടോപ്പ് 3 എന്താണ് ഹൈ yield ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടി. മാത്തമാറ്റിക്സിന്റെ പോർഷനിൽ നിന്നും കിട്ടി, സ്റ്റാറ്റിന്റെ പോർഷനിൽ നിന്നും കിട്ടി. ഇതിന്റെ ഒരു കറക്റ്റ് ഔട്ട്ലൈൻ ഉണ്ടാക്കി കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് എന്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു ആൻസർ ഞാൻ പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിന്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കുക. അതനുസരിച്ച് നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതായത് തിയറി പ്ലസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കറന്റ്ലി വരുന്ന ടെൻഡൻസി അനുസരിച്ച് കൺസെപ്റ്റൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് സാധാരണ ഇപ്പൊ ചോദിക്കുന്നത്. അപ്പം അത് രണ്ടും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോവുക. പ്രത്യേകിച്ച് സ്റ്റാറ്റിന്റെ പോർഷൻ വരുമ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ്, ടൈം സീരീസ്, ആ ഒരു പോർഷൻസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ്, വളരെയധികം റെക്കറിംഗ് നേച്ചറും കാണുന്നുണ്ട്. അതിൻ്റെതായ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുക. പിന്നെ എന്താണ് നമ്മൾ സ്വയം അതിനെ ഒന്ന് കീ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കി നല്ലപോലെ അറ്റംപ്റ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് കീ പോയിന്റ്സ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് കറക്റ്റ് ആയിട്ട് തന്നെ പ്രോപ്പർ ആയിട്ട് തന്നെ പോർഷൻസ് കവർ ചെയ്യാൻ നോക്കുക കേട്ടോ. ദെൻ നമുക്ക് പ്രോബബിലിറ്റി ഏരിയ നോക്കാം. അതായത് ഇത്രയും നാളുള്ള പ്രോബബിലിറ്റി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുള്ള ഒരു ഇക്വേഷനാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം 7 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പോ അനലൈസ് ചെയ്യുന്നത്. 7 ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. 7 എണ്ണത്തിൽ എത്ര പ്രാവശ്യം അത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് ഉള്ളതിന്റെ ബേസിസിലാണ് ഇത്ര പെർസെന്റേജ് പ്രോബബിലിറ്റി ഉണ്ട് ഇനിയും വരാൻ എന്ന രീതിയിലാണ് നോക്കുന്നത്. അതായത് നമുക്കൊരു 7 ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ 6/7 × 100 എന്ന രീതിയിലാണ് നമ്മൾ പ്രോബബിലിറ്റി ഈ ഒരു ടേബിളിൽ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ടോപ്പിക്സിന്റെയും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിന്റെ കേസ് വരുമ്പോൾ ഓരോ ടോപ്പിക്സിനും വരുന്ന പ്രോബബിലിറ്റി എത്രത്തോളം, അത് ഹൈ കാറ്റഗറി ആണോ, ലോ ആണോ, അല്ലെങ്കിൽ മീഡിയം ആണോ എന്നെല്ലാം നമുക്ക് ഈ ഒരു ടേബിളിനകത്ത് നോക്കി പോകാം. ഫസ്റ്റ്, അതായത് ഡിസംബറിലേക്കുള്ള ആ ഒരു പോർഷൻസ് വരാനുള്ള ചാൻസ് ഹൈ ആണോ ലോ ആണോ എന്നാണ് മെയിൻ ആയിട്ട് ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് ആ ഒരു പോർഷൻ കവർ ചെയ്യാനും പറ്റും. അപ്പം ബ്ലോക്ക് 1 മെട്രിക്സ് ആൻഡ്
ലീനിയർ ആൽജിബ്രയുടെ കേസിൽ യൂണിറ്റ് 1-ലെ ഇൻട്രൊഡക്ഷൻ ടു മാട്രിക്സ് എന്ന് പറയുന്നത് 86% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക് ആണ്. 86% പ്രോബബിലിറ്റി ആണ്. ദെൻ ബ്ലോക്ക് 1-ലെ തന്നെ യൂണിറ്റ് 2 ഡിറ്റർമിനൻസ് 29% പ്രോബബിലിറ്റി, ലോ കാറ്റഗറി ആണ്. യൂണിറ്റ് 3 ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് 29% പ്രോബബിലിറ്റി ആണ്, ലോ കാറ്റഗറി ആണ്. Then Unit 4, Applications of Matrix in Business and Economics, 29% category ആണ്, probability ആണ്, low category. Then Block 2, Differential Calculus ന്റെ കേസ് വരുമ്പോൾ Unit 5, Mathematical Functions എന്ന് പറയുന്നത് 86% probability ഉണ്ട്, high categoryയിൽ വരുന്ന പോർഷൻ ആണ്. Then Unit 6, Limit and Continuity, 29% probability ആണ്, low category ആണ്. Then Unit 7, Concept of Differentiation, 43% probability ആണ്, medium category ആണ്. Unit 8, Maxima and Minima of Functions, 43% probability ആണ്, medium category ആണ്. Then Unit 9, Applications of Derivatives, അതായത് Elasticity, Cost അല്ലെങ്കിൽ Revenue എന്ന് പറയുന്ന പോർഷൻസ് എല്ലാം തന്നെ 29% ആണ് പ്രോബബിലിറ്റി വരുന്നത്, ലോ കാറ്റഗറിയിലാണ്. Then Block 3-യുടെ കേസ്, Mathematics of Finance-ന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ Unit 10, Interest Rates, അതായത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. അതായത് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ഒരു പോർഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്സ്. അത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. ദെൻ യൂണിറ്റ് 11, കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഓർ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 29% പ്രോബബിലിറ്റി ആണ്, ലോ കാറ്റഗറി ആണ്. ദെൻ ബ്ലോക്ക് 4-ന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ യൂണിവേരിയന്റ് അനാലിസിന്റെ കേസ് നോക്കുമ്പോൾ യൂണിറ്റ് 12, ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് 71% പ്രോബബിലിറ്റി ആണുള്ളത്, ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 13, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, 100% ഓഫ് പ്രോബബിലിറ്റി ആണുള്ളത്, ഹൈ കാറ്റഗറി ആണ്. നമ്മൾ മുമ്പേ ഇൻട്രസ്റ്റ് റേറ്റ്സിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഫുള്ളി 100% ആണ്. കാരണം നമ്മളുടെ 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അതിന്റെ കേസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് തന്നെ ആ ഒരു പോർഷനിൽ നോക്കുക. ദെൻ ഫസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക, ഒരിക്കലും അത് വിട്ടു പോകരുത്. ഇത്രയും നാളും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. Then Unit 14, Measures of Dispersion, 71% probability. Unit 15, Simple Linear Correlation, 71% probability. Then Unit 16, Simple Linear Regression portion, 71% probability ആണ്. ഇത് മൂന്നും ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. Then Block 6, Time-Based Data Analysis ന്റെ കേസിൽ Unit 17, Index Numbers, 57% probability ആണ്, medium category ആണ്. Block 6, Time-Based Data Analysis തന്നെ ടൈം സീരീസ് അനാലിസിസ്, അതായത് യൂണിറ്റ് 18-ലെ പോർഷൻ 100% പ്രോബബിലിറ്റി ആണ്, ഹൈ കാറ്റഗറി ആണ്. അപ്പൊ നമുക്ക് 3 കേസസ് 100% പ്രോബബിലിറ്റി വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതിലേതിലും ചോദിച്ചിരിക്കുന്ന പോർഷൻസ് ആണ് ആ ഒരു 3 എണ്ണം. അതത്രയും നിങ്ങൾ മസ്റ്റ് കവർ ചെയ്യുക കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അതിനകത്തൊന്ന് നമുക്ക് ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ഒന്ന് നോക്കാം. 70%-ന് മേളിലുള്ള ടോപ്പിക്സിനെ നമ്മൾ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് എന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് യൂണിറ്റ് 1, 5, 10, 12, 13, 14, 15, 16, 18 ഇത് ഇത്രയുമാണ് ടോപ്പ് ഹൈ ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സിൽ പറയുന്ന പോർഷൻസ്, യൂണിറ്റ്സ്. അത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. അതിനകത്ത് എന്താണ്, അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും ഈ അനാലിസിസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി ഒന്ന് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കുക. നല്ല രീതിയിൽ ഒന്ന് പഠിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മറ്റുള്ളവരെ ഒന്ന് പഠിപ്പിക്കുന്ന പോലെ എന്താണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ രീതി പഠിക്കാന്ന് വെച്ചിട്ട് ആ രീതിയിലൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. പഠിച്ച് നല്ല തറവായിട്ട് ഈ ഒരു പോർഷൻസ് കവർ ചെയ്യുക. ദെൻ മീഡിയം പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് യൂണിറ്റ് 7, 8, 17 ഈ 3 യൂണിറ്റ്സിൽ നിന്നാണ്. ഇതിന് ഫുൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും മാക്സിമം മിനിമ എന്ന പോർഷൻസും ഒക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം എന്താ ചെയ്യുക, ഒരു 1 ടൈം ഒക്കെ കാര്യങ്ങൾ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസോ സമ്മറിയോ ഒക്കെ ഉണ്ടാക്കി കറക്റ്റായിട്ട് തന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോവുക. ഫ്ലാഷ് കാർഡ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ആ ഒരു പോർഷൻസ് കവർ ചെയ്ത് നോക്കുക. പക്ഷെ ആ ടോപ്പ് 10 അല്ലെങ്കിൽ ഒരു ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ നമ്മൾ മുമ്പേ പറഞ്ഞു, അത് മസ്റ്റായിട്ട് എങ്ങനെ വന്നാലും അത് കവർ ചെയ്ത് തന്നെ പോവുക. മസ്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കി, ഇത് ജസ്റ്റ് മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, തീരെ വരായികയല്ല, വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് പഠിക്കുക, പിന്നെ മീഡിയം, ദെൻ ലോയിൽ വരുന്ന വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ്സ് 2, 3, 4, 6, 9, 11
ഇത് ഇത്രയും യൂണിറ്റ്സ് ആണ് ലോ പ്രോബബിലിറ്റി വരുന്നത്. ഇതിനെ നമ്മൾ എന്താണ് ഇതുവരെ വരായികയല്ല, വന്നിട്ടുണ്ട് പോർഷൻസ്, പക്ഷെ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ലോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോർഷൻസ് മനസ്സിലാക്കി തന്നെ പോവുക. എന്നെ മസ്റ്റായിട്ട് കവർ എന്നല്ല, കവർ ചെയ്യണം, പക്ഷെ മനസ്സിലാക്കി പോവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ വരത്തില്ലെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അത് വന്നേ പറ്റൂന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്കത് എന്താണെന്നുള്ള കറക്റ്റ് മനസ്സിലാക്കി പോവുക. കാരണം ഇൻ കേസ് വന്നാൽ നമുക്കതൊന്ന് അറ്റൻഡ് ചെയ്യണം എന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക കേട്ടോ. അപ്പം ഇത് ഇത്രയുമാണ് നിങ്ങളുടെ ഈ ഒരു അവൈലബിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഇത്ര അനാലിസിന്റെ ബേസിസിൽ ഈ കമ്മിങ് എക്സാം എങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ പോർഷൻസ് ഒക്കെ പ്രോബബിലിറ്റി ടേബിൾ ഒക്കെ നോക്കിയല്ലോ. അതിന്റെ ബേസിൽ നമുക്ക് വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആയിരിക്കാം ഇനി കമ്പയർ ചെയ്ത് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ എത്രത്തോളം ലെവൽ ആയിട്ടുണ്ട്, നമ്മളുടെ പോർഷൻ കവറേജ് എത്രത്തോളമാണ്, നമ്മൾ എത്രത്തോളം പഠിച്ചു, കവർ ചെയ്തെന്നെല്ലാം ഇതിനകത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലേൺ ബൈ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ ഇതിന്റെ ആൻസർ കീസും ഉണ്ട്, അത് വെച്ച് നോക്കാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇനി നോക്കാം. നമ്മുടെ യൂണിവേഴ്സിറ്റി പേപ്പർ വരുന്ന പോലെ തന്നെ മാക്സിമം 100 മാർക്സിനാണ്. ടൈം 3 hours തന്നെയാണ് ഡ്യൂറേഷൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് ജനറൽ ഇൻസ്ട്രക്ഷൻസ്. സാധാ ക്വസ്റ്റ്യൻ പേപ്പറിനെക്കാട്ട് ഇതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സും സ്റ്റാറ്റിക്സും രണ്ട് പാർട്ടായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കി തന്നെ നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ നോക്കണേ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ബിസിനസ് മാത്തമാറ്റിക്സിന്റെ പോർഷൻ, അതായത് BCOC 134ന്റെ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. തുടക്കത്തിലെ പോർഷൻ മാത്രം വായിക്കരുത്, ഫുൾ വായിച്ച് നോക്കിയിട്ട് തന്നെ ആൻസേഴ്സ് എഴുതാൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് കമ്പൽസറി. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. എങ്ങനെ പോയാലും അത് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ, അതിനകത്ത് ഓപ്ഷൻസ് ഇല്ല. ദെൻ വരുന്നത് പാർട്ട് എ, പാർട്ട് ബി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പാർട്സ് ഉണ്ട്. ഫ്രം പാർട്ട് എ, ബിസിനസ് മാത്തമാറ്റിക്സ് ആണ് പാർട്ട് എയിൽ വരുന്നത്. അതിനകത്തുനിന്ന് ആൻസർ ഇനി 2 ക്വസ്റ്റ്യൻസ്. അതിനകത്തുനിന്ന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും 2 ആൻസർ ചെയ്യുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് പാർട്ട് ബി കുറച്ച് ഓപ്ഷൻസ് ആണ്, അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ്. അപ്പൊ ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ബിസിനസ് മാത്തമാറ്റിക്സിന്റെ പോർഷനിൽ നിന്ന് 2 സ്റ്റാറ്റിന്റെ പോർഷനിൽ നിന്ന് 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്. അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസിനും 20 മാർക്സ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി, യൂസ് ഓഫ് എ സിമ്പിൾ ഓർ നോൺ പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റർ ഈസ് പെർമിറ്റഡ്. അതായത് നമ്മുടെ സ്റ്റാറ്റിന്റെ ഒക്കെ പോർഷൻ വരുന്നതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് സിമ്പിൾ കാൽക്കുലേറ്റർ, അതായത് ജനറൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, അല്ലാതെ നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് കമ്പൽസറി ആണ്, 20 മാർക്സിനാണ്. അതിനകത്ത് പാർട്ട് എ, ബി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പാർട്ട് എയിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. എക്സ്പ്ലെയിൻ ഇനി 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ റോ, കോളം, ഡയഗണൽ, സ്കേലർ, സിമെട്രിക്സ്, ട്യൂന്, സിമെട്രിക്, ഐഡന്റിറ്റി എന്ന് പറയുന്നത് കുറെ മെട്രിക്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് തന്നെ ക്ലൂ തന്നെ കിട്ടി. അപ്പൊ അതിന്റെ ഏതെങ്കിലും 5 ഡിഫറെന്റ് ടൈപ്സ് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഫോർ ഈച്ച് ചൂസൺ ടൈപ്പ് റൈറ്റ് ദ ഡെഫിനേഷൻ ആൻഡ് ഗീവ് എ സ്യൂട്ടബിൾ ന്യൂമറിക്കൽ എക്സാമ്പിൾ ഓഫ് എ 2x2 or 3x3 മെട്രിക്സ്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന് 2x2 അല്ലെങ്കിൽ 3x3 മെട്രിക്സ് വെച്ചിട്ടുള്ള ജസ്റ്റ് ഒരു ഡെഫിനേഷനും അതിന്റെ ഒരു എക്സാമ്പിളും കൂടെ കൊടുക്കുക. ആ രീതിയിൽ ആണ് നിങ്ങൾ അത് മെൻഷൻ ചെയ്യേണ്ട. ഏതെങ്കിലും 5 10 മാർക്സ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 പോർഷൻ ആണ് അതിനകത്ത് വരുന്നത്. ബി പാർട്ടിൽ വരുന്നത് വാട്ട് ഈസ് മെൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ ആൻഡ് സിംഗുലർ സെൻസ്. Then state and briefly describe any 4 functions of statistics in business and economic decision making. അതും 10 മാർക്സ് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഈ ഒരു പോർഷൻ വരുന്നത്. അങ്ങനെ 2 ടൈപ്പ് 2 ഭാഗത്തു നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 വന്നിരിക്കുന്നത്. ദെൻ പാർട്ട് എയിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് മാത്തമാറ്റിക്സിന്റെ പോർഷൻ, അതായത് മാത്തമാറ്റിക്സിന്റെ പോർഷനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 2, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 2 തൊട്ട് പാർട്ട് എ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ 20 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഓരോന്നും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ന്യൂമറിക്കൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ജനറൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട കേസസിൽ അതും എടുക്കാം.
ജസ്റ്റ് അതിനകത്ത് എയില് എ പാർട്ട് കൊടുത്തിരിക്കുന്ന നോക്കുക. എഫ് പ്രൊഡ്യൂസസ് 3 products P1, P2, P3. 2 plants A and B. ഔട്ട്പുട്ട് ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇൻ എ മൗത്ത് ഈസ്, അതായത് നമുക്കൊരു പ്ലാന്റ് എയും ബിയും ഉണ്ട്, അതിന്റെ 3 പ്രൊഡക്ട്സും ഉണ്ട്, P1, P2, P3. അത് വെച്ചിട്ട് നമ്മൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. P1 40 ആണ് എയിൽ വരുന്നത്, P2 25, P3 30. ബി പ്ലാന്റിൽ വരുന്നത് P1 35, P2 20, P3 45. അതിനകത്ത് റെപ്രസെന്റ് ദിസ് ഇൻഫർമേഷൻ ആസ് എ മെട്രിക്സ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, മെട്രിക്സ് ആയിട്ട് പ്രസന്റ് ചെയ്യുക. ഈസ് ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓൺ, അതായത് നമുക്ക് അതിന്റെ പ്രോഫിറ്റ് പെർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. P1, P2, P3 കൊടുത്തിട്ടുണ്ട് ₹8, ₹10 and ₹6 റെസ്പെക്റ്റീവ്ലി. കമ്പ്യൂട്ട് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ഈച്ച് പ്ലാന്റ് യൂസിങ് മെട്രിക്സ് ഓപ്പറേഷൻസ്. ഇതിനകത്ത് മെട്രിക്സ് ഓപ്പറേഷൻസ് വെച്ചിട്ട് ഓരോ പ്ലാന്റിന്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ലെ പോർഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. അതിന്റെ ബി പാർട്ടിൽ തന്നെ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഫോർ എക്സ്, വൈ, ഇസഡ്. അതിനകത്ത് ഒരു ലീനിയർ ഇക്വേഷൻ ആണ് വരുന്നത്. എക്സ് പ്ലസ് 2y മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു 3, 2x മൈനസ് y പ്ലസ് 3z ഈസ് ഈക്വൽ ടു 7, 3x പ്ലസ് y പ്ലസ് 2z ഈസ് ഈക്വൽ ടു 10. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, യൂസ് എ സ്യൂട്ടബിൾ മെട്രിക്സ് ബേസ്ഡ് മെത്തേഡ്. ഇതിന് യോജിക്കുന്ന രീതിയിലുള്ള മെട്രിക്സ് മെത്തേഡ് എടുക്കാം. 10 മാർക്കിനാണ്. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 3-ലാണ് ഇത് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇതും 20 മാർക്സിനാണ്. അതിനകത്തും സബ് പാർട്സ് കൊടുത്തിട്ടുണ്ട്. എ പാർട്ടിൽ ചോദിക്കുന്നത് f of x is equal to 3x square minus 12x plus 5 then df by dx. സെക്കൻഡ് വന്നിരിക്കുന്നത് ഡിറ്റർമൈൻ ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം ആൻഡ് മിനിമം ഇഫ് എനി ആൻഡ് ദ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂസ്. അതായത് 10 മാർക്കിന് വന്നിരിക്കുന്ന പോർഷൻ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 8-ൽ നിന്നാണ് ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത്. നമ്മൾ ഫംഗ്ഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ബേസിസിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അതിന്റെ ഡി പാർട്ടിൽ വന്നിരിക്കുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ ഫോർ എ കമ്മോഡിറ്റി ഈസ് ഗിവൺ ബൈ QD ഈസ് ഈക്വൽ ടു 200 മൈനസ് 4P ആൻഡ് ദ സപ്ലൈ ഫംഗ്ഷൻ ഈസ് QS ഈസ് ഈക്വൽ ടു 20 പ്ലസ് 2P, where P is the price per unit and Q is the quantity. Find the equilibrium price and quantity. Then secondly, the equilibrium quantity, calculate the price elasticity of demand. 10 marks ആണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 5-ഉം 9-ഉം ആണ് ഇതിനകത്ത് വരുന്നത്. Then question number 4, അതും 20 marks ആണ്. Differentiate any 4 of the following with respect of x. Xന്റെ ബേസിസിൽ എന്ത് ചെയ്യുക, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് y is equal to 3x square plus 5x into x square minus 4. സെക്കൻഡ് വന്നിരിക്കുന്നത് y is equal to root of x plus 1 by x minus 1. 3 വന്നിരിക്കുന്നത്, തേർഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് y is equal to e raised to 2x sin x then into sin x. Then ഫോർത്ത് വന്നിരിക്കുന്നത് y is equal to 1n into 4x square plus 1. Then ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് y is equal to x raised to x. Then അത് 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അല്ല, 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യണം. 20 മാർക്സിനാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 7 and 6 ആണ് ഈ ഒരു പോർഷനിനകത്ത് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5, 20 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. A sum of rupees 50,000 is invested for 4 years in an annual interest rate of 9%, compounded annually. Calculate the amount payable at the end of the fourth year, the compound interest and the effective annual rate of interest correct to 2 decimal places. 10 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ബി പാർട്ടിൽ വന്നിരിക്കുന്നത് ബിസിനസ് expects to receive 8,000 at the end of each year of 5 years if the market rate of interest is 7% per annum compounded annually. Find the present value of this stream of payments. 10 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 10-ഉം 11-ഉം ആണ് വന്നിരിക്കുന്നത്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഡിസ്കൗണ്ടിങ്ങിന്റെയും പോർഷനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ 5-ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ബിസിനസ് മാത്തമാറ്റിക്സ് പാർട്ട് എ ആണ് വരുന്നത്. അതിൽ 2 to 5 എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതിലേക്ക് ബെസ്റ്റ് ആയിട്ട് അറിയാൻ ഏതെങ്കിലും 2 എണ്ണം മാത്രം ആൻസർ ചെയ്യുക. ഇനി വരുന്ന 6-ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് വരുന്ന സ്റ്റാറ്റിന്റെ പോർഷൻ ആണ്. ഇതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയുന്ന 2 എണ്ണം മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ് ഇത് അതായത് യൂണിറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 20 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. The following table shows the monthly average wages of 40 workers in a small factory. Wage കൊടുത്തിട്ടുണ്ട് 4 to 6.
റുപ്പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 6 to 8 പറഞ്ഞിട്ടുണ്ട്, 8 to 10. അതിന് നമ്പർ ഓഫ് വർക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ കോളം ഒന്ന് ജസ്റ്റ് നോക്കാം. 4 to 6 3 പേരും, 6 to 8 എന്ന് പറയുന്നത് 5, 8 to 10 10, 10 to 12 9, 12 to 14 8, 14 to 16 5 എന്ന രീതിയിലാണ് നമുക്ക് ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊന്നും നമ്മൾ ഇനി കണ്ടുപിടിക്കുന്നത് കമ്പ്യൂട്ട് ദ അരിത്തമെറ്റിക് മീൻ ആൻഡ് മീഡിയൻ വേജസ്. ക്ലാസ് ഇന്റർവൽസ് ആർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ഇന്റർവൽസ് ആണ്. അതനുസരിച്ച് അരിത്തമെറ്റിക് മീനും മീഡിയനും കണ്ടുപിടിക്കണം. 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദെൻ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഫ്രം ദ സെയിം ഡേറ്റ, മേൽ പറഞ്ഞിരിക്കുന്ന സെയിം കോളത്തിൽ നിന്ന് തന്നെ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, ബ്രീഫ്ലി ദ ഹോമോജീനിറ്റി ഓഫ് വേജസ്. അതും 10 മാർക്സിനാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 14 ഈ ഒരു പോർഷൻസ് വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7, ദ ഫോളോയിങ് പെയർഡ് ഒബ്സർവേഷൻസ് റിലേറ്റ് അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ ഓഫ് തൗസൻഡ്സിലാണ് എമൗണ്ട് താഴെ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് സെയിൽസും തൗസൻഡ്സിലാണ് പറഞ്ഞിരിക്കുന്നത്, ഓഫ് എ ഫേം ഇൻ 8 months. 8 months കൊണ്ടുള്ള നമ്മളുടെ എക്സ്പെൻഡിച്ചറും സെയിൽസുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അഡ്വർടൈസിംഗ് എക്സും അല്ലെങ്കിൽ സെയിൽസിനെ വൈ എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 6, 8, 10, 12, 14, 16, 18, 20 എന്നാണ് അഡ്വർടൈസിംഗ് എക്സ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സെയിൽസ് വൈ എന്ന് പറയുന്നത് 32, 35, 40, 42, 47, 46, 52, 55. ഇനി ഈ ടേബിളിൽ നിന്ന് എല്ലാം തൗസൻഡ്സിലാണ്. ഇനി ഈ ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് 10 മാർക്കിനും. ദെൻ അതേപോലെ തന്നെ ഒബ്റ്റെയിൻ ദ 2 റിഗ്രഷൻ ഇക്വേഷൻസ് ഓഫ് y on x and x on y and estimate the likely sales when advertising expenditure is 15,000. അതും 10 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 5 യൂണിറ്റ് 15 and 16 ആണ് ഈ പോർഷൻസ് വരുന്നത്. Then question number 8, the following data relate to 3 commodities in a base year and a current year. അതിനകത്ത് കമ്മോഡിറ്റി എ ബി സി ഡി പറയുന്നുണ്ട്. ബേസ് ഇയറിലെ പ്രൈസും ബേസ് ഇയറിലെ ക്വാണ്ടിറ്റിയും പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ കറണ്ട് ഇയറിലെ പ്രൈസും കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പം കമ്മോഡിറ്റി എയുടെ കേസ് വരുമ്പോൾ ബേസ് ഇയറിൽ 10 rupees ആണ് 15 ക്വാണ്ടിറ്റിയും, കറണ്ട് പ്രൈസ് 14ഉം കറണ്ട് ക്വാണ്ടിറ്റി 12ഉം. ബി കമ്മോഡിറ്റി വരുന്നത് ബേസ് ഇയറിൽ 6ഉം ക്വാണ്ടിറ്റി 25ഉം, കറണ്ട് ഇയർ പ്രൈസ് 9ഉം ക്വാണ്ടിറ്റി 24. ദെൻ സിയുടെ കേസ് വരുമ്പോൾ ബേസ് ഇയറിലെ പ്രൈസ് വരുന്നത് 4ഉം ക്വാണ്ടിറ്റി 30, കറണ്ട് ഇയറിലെ പ്രൈസ് വരുന്നത് 5, ക്വാണ്ടിറ്റി 36. ദെൻ ബേസ് ഇയർ പ്രൈസ് ഡിക്ക് വരുന്നത് 12ഉം ക്വാണ്ടിറ്റി 10ഉം, കറണ്ട് ഇയർ പ്രൈസ് 16ഉം ക്വാണ്ടിറ്റി 10ഉം. Then ഇതിൽ നിന്ന് construct last year's price index and Parshis price index for the current year related to the base year. 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ use these calculate Fisher's ideal index and state whether it satisfies the time in the reversal test and the factor reversal test. അതിനകത്ത് കാൽക്കുലേഷൻസ് സഹിതം നമ്മൾ കാണിക്കണം. 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 6 യൂണിറ്റ് 17, അതായത് ഇൻഡെക്സ് നമ്പേഴ്സിന്റെ പോർഷനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9, 20 മാർക്സിന് വന്നിരിക്കുന്നത് ആനുവൽ സെയിൽസ് ആണ്, ലാക്സിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫ് എ റീറ്റെയിൽ ചെയിൻ ഫോർ 6 years ആർ ആസ് ഫോളോസ്. നമ്മൾ 2019 തൊട്ട് 24 വരെയുള്ള ഇയർ കൊടുത്തിട്ടുണ്ട്. സെയിൽസും ലാക്കിൽ കൊടുത്തിട്ടുണ്ട്. 2019 42 lakhs, then 20 39, 21 47, 22 50, 23 54, 24 59 lakhs എന്ന രീതിയിലാണ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഫിറ്റ് എ സ്ട്രൈറ്റ് ലൈൻ ട്രെൻഡ് to the above data using the method of least squares and compute the trend equations. 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ബി പാർട്ടിൽ വന്നിരിക്കുന്നത് use the trend equations obtained in a part A. Estimate the expected sales for the year 2027. Also name the main components of a time series and briefly describe any 2 of them. 10 മാർക്സിനാണ് വന്നിരിക്കുന്നത്. ബ്ലോക്ക് 6 യൂണിറ്റ് 18 ഈ ഒരു പോർഷൻ വരുന്നത്. 9 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് 6 തൊട്ട് 9 വരെ ഉള്ളത് നമുക്ക് എന്താണ് യൂണിറ്റ് സ്റ്റാറ്റിന്റെ പോർഷനിൽ നിന്നാണ്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 2 നമ്മൾ ആൻസർ ചെയ്യും. അപ്പൊ 6, 7, 8, 9 4 ഓപ്ഷൻസ് ഇതിനും വന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ആണ് മാത്തമാറ്റിക്സിന്റെ പോർഷനും 4 ഓപ്ഷൻസ് ആണ് സ്റ്റാറ്റിന്റെ പോർഷനും വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 2 മാത്രം നമ്മൾ ആൻസർ ചെയ്യുക. എക്സ്ട്രാ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ മാർക്ക് കിട്ടത്തില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ഓപ്ഷൻസ് വെച്ച് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. ഇതിന്റെ ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏത് യൂണിറ്റിൽ നിന്നാണെന്നുള്ള ക്ലൂ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ കേസും കാര്യങ്ങളും നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം
എല്ലാവരും ടെൻഷൻ ഇല്ലാതെ പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഇച്ചിരി സ്റ്റാറ്റിന്റെ പോർഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ടെൻഷൻ ഉള്ള ഒരു പോർഷൻ ആണ് അല്ലെങ്കിൽ ഒരു പേപ്പർ ആണെന്ന് അറിയാം. പക്ഷെ അതിന് അത്ര ടെൻഷൻ ഒന്നും വേണ്ട. കൂളായിട്ട് ഇത് എന്താണെന്ന് കാര്യം മനസ്സിലാക്കി പഠിച്ചു പോയി. ഇപ്പൊ ടോപ്പ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടുതലുള്ള പോർഷൻസ് ഒക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ വെച്ച് നിങ്ങൾ മാക്സിമം കവർ ചെയ്യുക. തിയറി മാത്രം പഠിച്ചു പോകാൻ നിൽക്കില്ല. തിയറി പ്ലസ് എന്താണ് കമ്പ്യൂട്ടേഷൻ എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഈ ഒരു പേപ്പറിന് ചോദിക്കുന്നത്. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹൈ yield അല്ലെങ്കിൽ ടോപ്പ് 10 ടോപ്പ് 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോവുക. വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അപ്പൊ ആൻസേഴ്സ് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എക്സാം ആകട്ടെ. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ല റിസൾട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടും. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇതിന്റെ ഒരു ബേസിസിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും നല്ലൊരു എക്സാം ആകട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.